ഇന്ന് നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് സാമ്പാർ പരിപ്പാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ടൊന്ന് കഴുകി കുക്കറിലിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒരു 1-2 വിസിലടിക്കുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് വേവണ്ട, കാരണം നമ്മൾ സാമ്പാർ കഷ്ണങ്ങൾ ഇട്ട് ഒന്നും കൂടി വേവിക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് അതിനകത്തോട്ട് ഒരു 5 ചുമന്നുള്ളിയും പിന്നെ ഞാൻ പൊട്ടറ്റോയും കൂടി എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. ഇത് ഫ്രോസൺ വെജീസ് ആണ്, അപ്പോൾ അത് മിക്സ് ആയിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്തോ. അതിനുശേഷം പൊടികളായിട്ട് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ കായും കൂടി ചേർത്ത് അവസാനം കുറച്ച് സാമ്പാർ പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ചേർത്ത് ഇതൊന്ന് വേവിക്കാം. അങ്ങനെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഒരു അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയും കൂടി ചേർത്ത് ഇത് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാം. അതൊന്നാകുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി, വാളം പുളിയും കൂടി പിഴിഞ്ഞ് ആ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം വേറൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെണ്ടയ്ക്കയില്ലേ, അത് ഞാനിവിടെ ഫ്രോസൺ ആണ് എടുത്തേക്കുന്നത്. വെണ്ടയ്ക്ക സാമ്പാറിൽ ഇട്ടേക്കുന്ന ഉപ്പ് അനുസരിച്ച് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വരട്ടി ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണത്തിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ സെയിം വെളിച്ചെണ്ണയിലോട്ട് തന്നെ കുറച്ച് കടുകും വെളുത്തുള്ളിയും വേപ്പിലയും വറ്റൽമുളകും ചേർത്ത് അതൊന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം പൊടികളായിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് കായും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച സാമ്പാറിലോട്ട് നമ്മളിത് ചേർത്ത് കൊടുക്കുകയാണ്. അത്രേ ഉള്ളൂ, സാമ്പാർ റെഡിയാണ്. ചോറിൻ്റെ കൂടെ നല്ല രുചിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യണം. പിന്നെ ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടി എന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. ബൈ.